Hi guys, welcome back to my YouTube channel. നമ്മളിത് നോക്കാൻ പോകുന്നത് മെറ്റാസ്റ്റാറ്റിക് ദാറ്റ് ഈസ് ഇൻവേഷൻ മെറ്റാസ്റ്റാറ്റിക് കാസ്കേഡ് ആണ്. ഇൻവേഷൻ മെറ്റാസ്റ്റാറ്റിക് കാസ്കേഡ് നമുക്കറിയാം മെയിൻലി ടു മെയിൻ ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ത്രൂ ദി ലിംഫാറ്റിക്സിലൂടെ എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. രണ്ടാമത്തത് ബ്ലഡ് വെസലിലൂടെ എങ്ങനെ സ്പ്രെഡ് ആവുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ലിംഫാറ്റിക്സ് ഒക്കെ ഇങ്ങനെ എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സിലൂടെ വരുന്ന സ്പ്രെഡും, രണ്ടാമത്തെന്ന് പറയുമ്പോൾ ആൻജിയോജെനസിസ് ഒക്കെ സംഭവിച്ചിട്ട് മെറ്റാസ്റ്റസൈസ് ആയിട്ട് എങ്ങനെയാണ്. ഫസ്റ്റ് വൺ ഇൻവേഷൻ, രണ്ടാമത്തത് മെറ്റാസ്റ്റസിസ് ആണ് പറയുന്നത് കാസ്കേഡിനകത്ത്. സോ ദർ ആർ ലോട്ട് ഓഫ് ഡിഫറൻസ് ആൻഡ് കുറേ ഡയഗ്രാംസ് ഉണ്ട്. ഡയഗ്രാംസ് വരയ്ക്കാനും പിന്നെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Invasion metastatic cascade, so molecular events in the invasion and metastasis. So here invasion and metastasis are characteristics of the malignant tumors. Okay, invasion and metastatic. Invasion എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫിൽട്രേഷൻ. മെറ്റാസ്റ്റസിസ് എന്ന് പറയുമ്പോൾ എന്താ, വൺ സൈറ്റ് ടു ഡിസ്റ്റൻറ്റ് സൈറ്റിലേക്കുള്ള സ്പ്രെഡ്, ദാറ്റ് ഈസ് മെറ്റാസ്റ്റസൈസ് ആർ characteristics of the malignant tumor. What is the definition of invasion metastatic cascade? The invasion metastatic cascade constitutes the entire sequence of events from the beginning of invasion to the development of metastasis. So development of metastasis തൊട്ട് മെറ്റാസ്റ്റസൈസ് ചെയ്യുന്നത് വരെ. ഓക്കെ, ബിഗിനിങ് ഓഫ് ഇൻവേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ പറഞ്ഞിരുന്നു. മെറ്റാസ്റ്റസിസ് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു ഒരു പർട്ടിക്കുലർ ടിഷ്യൂവിൽ ട്യൂമർ സെൽസ് ഉണ്ടായി. ആ ട്യൂമർ സെൽസ് തൊട്ടടുത്തുള്ള ലിംഫാറ്റിക് ബോൾസിലേക്കായിരിക്കും ഫസ്റ്റ് ഇൻവേഡ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് മെറ്റാസ്റ്റസിസ് നടത്തും. ഓക്കെ, വൺസ് അത് ലിംഫിൽ എത്തിയിട്ടുണ്ടെങ്കിൽ. സോ ദർ ആർ ഫേസസ് ഓഫ് ദി invasion metastatic cascades is a complex multi-step process. So there are mainly divided into two, which are invasion of the extracellular matrix or metastasis. രണ്ട് പീസ്. മെറ്റാസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ വാസ്കുലർ ഡിസെമിനേഷൻ, ഹോമിങ് ഓഫ് ദി ട്യൂമർ, അത് ബ്ലഡിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് വെച്ചിട്ട്. First of all, invasion of extracellular matrix. The tumor cells must interact with ECM, that is include basement membrane and interstitial tissue at several steps in the invasion metastatic cascade. Invasion of the ECM is an active process and consists of the 4 steps. One is loosening of the tumor cells, local degradation and proteolysis of the membrane, basement membrane, and attachment of the tumor cells to the ECM, attachment or adhesion. And the last one is locomotion or monitoring of the tumor cell through degraded ECM. So these are the 4 steps. First of all, loosening of the tumor cells. Loosening of tumor cells എന്ന് പറയുമ്പോൾ നമുക്കിതാ അതാണ് ഒരു നോർമൽ സെൽ. നോർമൽ സെൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സ് കൺസിസ്റ്റ് ഓഫ് ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസ്, ബേസ്മെൻറ്റ് മെമ്പറിൻ. ഇതാണ് എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സ്. അവിടെ നമുക്ക് കാണാൻ കുറച്ച് റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. ആൻഡ് ഇതിൻ്റെ മേലെ നോർമൽ സെൽസ് ഉണ്ട്. ആൻഡ് 2 adjacent normal cells are connected by E-cadherin. E-cadherin ഒരു അഡഹസീവ് മോളിക്യൂളാണ്. ഓക്കെ, ബട്ട് വെൻ ദിസ് സെൽ ബിക്കം ട്യൂമറസ്, ഇത് ട്യൂമർ സെൽസ് ആയിട്ട് മാറിക്കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? സെൽ ബിക്കം ഹൈപ്പർ പ്ലിയോമോർഫിക് ആയിട്ട് മാറും. എന്നാൽ ദിസ് ട്യൂമർ സെൽസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇവിടെ ഇതാണ് ട്യൂമർ സെൽ, ഇതൊരു നോർമൽ സെല്ലാണ്. സോ ഈ ട്യൂമർ സെല്ലിൻ്റെയും 2 നോർമൽ സെല്ലിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഈ കാഡർ ഇവിടെ കാണുമ്പോൾ ഈ കാഡറിൻ ഉണ്ട്. ബട്ട് വെൻ ഇറ്റ് ബിക്കം എ ട്യൂമർ സെൽ, ഈ കാഡറിൻ ലൂസൺ ചെയ്തു. ഈ കാഡറിൻ ഇവിടെ ലോസ് ഓഫ് ഈ കാഡറിൻ വന്നു. സോ ദർ ഈസ് എ ലൂസണിങ് ഓഫ് ദി ട്യൂമർ സെൽ ഡ്യൂ ടു ലോസ് ഓഫ് ഈ കാഡറിൻ, റൈറ്റ്? സോ ഇതാണ് ഇവിടെ പറയുന്നത്. Loosening of the tumor cells, that is normal cells are attached to each other by adhesive molecules, namely E-cadherin. Reduced or loss of E-cadherin function. It is observed in most epithelial cancers like adenocarcinoma of colon and breast. So breastൻ്റെ നമ്മൾ ഈ ലോസ് ഓഫ് E-cadherin ഒന്ന് ഇൻവേസീവിനകത്ത് നോൺ ഇൻവേസീവിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഇൻവേസീവിനകത്ത് സ്പെഷ്യൽ ടൈപ്പിലും പറഞ്ഞു. നോൺ ഇൻവേസീവിലാണെങ്കിലോ എവിടെ പറഞ്ഞത്? ലോബുലർ കാർസിനോമ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പറഞ്ഞത് ഈ കാഡറിൻ്റെ ലോസ് ഓഫ് ഫംഗ്ഷൻ. ഓക്കെ, ദെൻ ലൂസണിങ് ഓഫ് ദി ട്യൂമർ സെൽസ്, ദെൻ സെപ്പറേറ്റഡ് സെൽസ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി പ്രൈമറി ക്യാൻസേഴ്സ്. ഓക്കെ, then local degradation or proteolysis of the basement membrane and interstitial connective tissue. എക്സ്ട്രാസെല്ലുലർ മാട്രിക്സ് നമ്മുടെ ഇവിടെ നോർമൽ സെല്ലിനകത്ത് എക്സ്ട്രാസെല്ലുലർ മാട്രിക്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റർസ്റ്റീഷ്യൽ ടിഷ്യൂവും ബേസ്മെൻറ്റ് മെംബ്രെയിനുമാണെന്നാണ് പറഞ്ഞത്. സോ ഇവിടെയും എക്സ്ട്രാസെല്ലുലർ മാട്രിക്സിലുള്ള ഇൻറ്റർസ്റ്റീഷ്യൽ ടിഷ്യൂവിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിനുണ്ട്. ഈ രണ്ട് ദർ ആർ 2 types ഫോർ എക്സ്ട്രാസെല്ലുലർ മാട്രിക്സ്. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ലോക്കൽ ഡീഗ്രഡേഷൻ അല്ല സംഭവിക്കുന്നത്. സോ ഇവിടെ ഈ ട്യൂമർ സെൽസ് ഒരു സർട്ടൈൻ എൻസൈംസിനെ അവർ
പ്രൊഡ്യൂസ് ചെയ്യും, പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അവരത് റിലീസ് ചെയ്തിട്ട് ആൻഡ് ദിസ് ബേസ്മെൻറ്റ് മെംബ്രെയിനെ അവരങ്ങനെ ഡീഗ്രേഡ് ചെയ്യും, എക്സ്ട്രാ മാട്രിക്സിനെ അവരങ്ങനെ ഡീഗ്രേഡ് ചെയ്യും. ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ലോക്കൽ ഡീഗ്രേഡേഷൻ ആൻഡ് പ്രോട്ടിയോലൈസിസ് ഓഫ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഓക്കെ, local degradation or proteolysis of the basement membrane and interstitial connective tissue. Extracellular matrix is of two types, namely basement membrane and interstitial connective tissue. നമ്മൾ നേരത്തെ പറഞ്ഞു, പടത്തിൽ നോർമൽ സെല്ലിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ബേസ്മെൻറ്റ് മെംബ്രെയിനും ഇൻഡസ്ട്രിയൽ ടിഷ്യൂവും ആണ് ടു പാർട്സ് ഓഫ് extracellular matrix. Secretion of degrading enzyme, that is malignant tumor cells and the stromal cells. ഓക്കെ, മാലിഗ്നൻറ്റ് ട്യൂമർ സെൽസ് ഇത് എവിടുത്തെ ക്യാൻസർ സെല്ലിനകത്തുള്ള മാലിഗ്നൻറ്റ് ട്യൂമർ സെൽസും സ്ട്രോമൽ സെൽസും ഒക്കെ ലൈക്ക് സ്ട്രോമൽ സെൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഫൈബ്രോബ്ലാസ്റ്റ് ഇൻഫ്ലമേറ്ററി സെൽസ് ഒക്കെയാണ്. ഇൻ ദി ക്യാൻസർ സെൽസ് സെക്രീറ്റ് ആൻഡ് ഇൻഡ്യൂസ് പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്. ആൻഡ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടിയോലൈറ്റിക് എൻസൈം എന്ത് ചെയ്യും, ECM എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിനെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദീസ് എൻസൈം ഇൻക്ലൂഡ്സ് ഏതൊക്കെ എൻസൈം, മാട്രിക്സ് മെറ്റാലോ പ്രോട്ടീനേസ്. സോ മാട്രിക്സ് മെറ്റാലോ പ്രോട്ടീനേസ്, കെത്തപ്സിൻ, യൂറോകൈനേസ് ഇതൊക്കെയാണ് എൻസൈംസ് വരുന്നത്. ആൻഡ് ദീസ് എൻസൈംസ് എന്ത് ചെയ്യും, ECMനെ ഡീഗ്രേഡ് ചെയ്യും. Then local degradation of the basement membrane and interstitial connective tissue, that is, it is achieved by this proteolytic enzyme. Then change in attachment or adhesion of the tumor cells to the ECM protein. ഇവിടെ കാണാൻ പറ്റും, that is ഇതാണ് നമ്മുടെ ട്യൂമർ സെൽസ്. that is a formation of new sites in ECM for the attachment for the tumor cells. നേരത്തെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടത്, നേരത്തെ ഇവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ECMലായിരുന്നു അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ ECM ഡീഗ്രേഡ് ചെയ്തു ബിക്കോസ് ഓഫ് ദി proteolytic enzymes produced by these tumor cells. Which are the proteolytic enzymes produced by the tumor cells? They are matrix metalloproteinase, cathepsins and urokinase plasminogen activators. ഇവരാണ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിനെ ഡിഗ്രേഡ് ചെയ്ത പ്രോട്ടിയോലൈറ്റിക് എൻസൈംസ്. ആൻഡ് ഇവർ പ്രോട്ടിയോലൈറ്റിക് എൻസൈം ഡിഗ്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവർ ന്യൂ സൈറ്റ് ഉണ്ടാക്കും. എന്തിനാ, ഫോർമേഷൻ ഓഫ് ന്യൂ സൈറ്റ് ഇൻ ECM ഫോർ ദി അറ്റാച്ച്മെൻറ്റ് ഓഫ് ട്യൂമർ സെൽസ്. ദസ് അറ്റാച്ച്മെൻറ്റ് ഓഫ് ദി ട്യൂമർ സെൽസ് ഒരു ECM പ്രോട്ടീൻ നടക്കും. ഓക്കെ, ചേഞ്ച് ഇൻ അറ്റാച്ച്മെൻറ്റ് ഓർ അഡ്ഹഷൻ ഓഫ് ദി ട്യൂമർ സെൽസ് ടു ദി ECM പ്രോട്ടീൻ. നോർമൽ എപ്പിത്തീലിയൽ സെൽസ് ഹാവ് റിസപ്റ്റേഴ്സ് ലൈക്ക് ഇൻറ്റഗ്രിൻസ് പോലത്തെ റിസപ്റ്റേഴ്സ് ഉണ്ട് നോർമൽ എപ്പിത്തീലിയൽ സെൽസിൽ. എവിടെ, ബേസ്മെൻറ്റ് മെംബ്രെയിനിലേക്ക് സെല്ലിനെ അറ്റാച്ച് ചെയ്യാനായിട്ട്. ഈ ബേസ്മെൻറ്റ് മെംബ്രെയിനിലേക്ക് എന്തൊക്കെ കമ്പൗണ്ട് ഓഫ് സെൽ അറ്റാച്ച് ആകുന്നത്, ലാമിനിൻ ആൻഡ് കൊളാജിൻ ആൻഡ് ലൊക്കേറ്റ് അറ്റ് ദി basal surface. Generation of new sites, that is local degradation of the basement membrane generates a new and strange site in the basement membrane, and adhesion of the tumor cell to ECM നടക്കും. That is, the receptors on the tumor cell attaches to the new site in the basement membrane and stimulates the basement and the cell migration. First of all, എന്ത് ചെയ്യും, ജനറേഷൻ ഓഫ് ന്യൂ സൈറ്റ്, ലോക്കൽ ഡീഗ്രേഡേഷൻ ഓഫ് ബേസ്മെൻറ്റ് മെംബ്രെയിൻ നടക്കുമ്പോഴത്തേക്ക് പുതിയ സൈറ്റ് വേണം അവർക്ക് അറ്റാച്ച് ആവാൻ ബേസ്മെൻറ്റ് മെംബ്രെയിൻ തന്നെ, അല്ലേ. ദെൻ അഡാഷൻ ഓഫ് ദി ECM ആണ് അവിടെ ഡീഗ്രേഡ് ആയത്. ദെൻ അഡാഷൻ ഓഫ് ദി ട്യൂമർ സെൽ ടു ദി ECM, that is receptors on the tumor cell attaches to the new site. ഈ ട്യൂമർ സെല്ലിലുള്ള റിസപ്റ്റേഴ്സ് ന്യൂ സൈറ്റിൽ പോയി അറ്റാച്ച് ചെയ്യും ബേസ്മെൻറ്റ് മെംബ്രെയിനിൽ. ആൻഡ് ദിസ് സ്റ്റിമുലേറ്റ് ദി മൈഗ്രേഷൻ, that is attachment and adhesion of the tumor cell to the ECM protein. In this picture you can see that ട്യൂമർ സെല്ലിനകത്തുള്ള എന്ത് ഓട്ടോക്രൈൻ മോട്ടിലിറ്റി ഫാക്ടേഴ്സ് ആണ്. ദെൻ മൈഗ്രേഷൻ ഓഫ് ദി ട്യൂമർ സെൽസ് ഇങ്ങനെ വന്നിട്ട് ഈ മൈഗ്രേഷൻ ഓഫ് ട്യൂമർ സെൽസ് ത്രൂ ദി ഡിഗ്രേഡഡ് ECM എങ്ങനെ, ബിക്കോസ് ഓഫ് ദി പ്രോട്ടീനോട് ഇവർ ബൈൻഡ് ചെയ്തിട്ട് ഇൻ ദി ലോക്കോമോഷൻ മൈഗ്രേഷൻ ഇവർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, locomotion or migration of tumor cells to the degraded ECM. Here locomotion or migration drives the tumor cells forward through the degraded basement membrane and zones of proteolysis. So zones of proteolysis degraded ആയിട്ടുള്ള basement membrane ഒക്കെ എന്തുണ്ട്, ട്യൂമർ സെല്ല് ഫോർവേഡ് ലൈക്ക് ട്യൂമർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്തില്ല, ട്യൂമർ സെൽസ് എന്ത് ചെയ്യണം, ഉള്ളിലേക്ക് ഇൻവേഡ് ചെയ്യണമല്ലോ. ഇപ്പോൾ ഇതാണ് ട്യൂമർ സെൽസ് എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഭാഗം ഇപ്പോൾ ഡീഗ്രേഡായി. സോ ത്രൂ ദി ഈ ഡീഗ്രേഡഡ് ആയിട്ടുള്ള ബേസ്മെൻറ്റ് മെംബ്രെയിനിലും പ്രോട്ടിയോലൈറ്റിക് സോണിലൂടെ ഒക്കെ കടന്നു പോയിട്ട് ഇത് ഇവിടേക്ക് എത്തും, അതായത് ഇൻഡസ്ട്രീഷ്യൽ കണക്റ്റീവ് ടിഷ്യൂയിലേക്ക് എത്തി. ഓക്കെ, ആൻഡ് locomotion involves many receptors and signaling proteins. So locomotion എന്ന് പറയുമ്പോൾ എന്താ, മൈഗ്രേഷൻ അല്ല, വൺ സൈഡ് ടു അനദർ സൈഡിൽ. സോ ഇറ്റ് ഇൻവോൾവ്സ് many receptors and signaling proteins. The locomotion is potentially by the tumor cell derived cytokines such as autocrine motility factors and other molecules. So autocrine motility factors and other molecules ആണ് locomotion is potentially എന്ത് ചെയ്യുന്നത്, ലോക്കോമോഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ദി ആർ ദി റിസപ്റ്റേഴ്സ് ആൻഡ് സിഗ്നലിംഗ് പ്രോട്ടീൻസ് യൂസ്ഡ് ഇൻ locomotion. Then
മൈഗ്രേഷൻ ത്രൂ ഇൻഡസ്ട്രിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താ? ദി ട്യൂമർ സെൽസ് ഇൻവേഡ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് ത്രൂ ദ സറൗണ്ടിങ് ഇൻഡസ്ട്രിയൽ കണക്റ്റീവ് ടിഷ്യൂ അൾട്ടിമേറ്റ്ലി റീച്ചസ് ദി നിയർ ബൈ ബ്ലഡ് ആൻഡ് ലിംഫാറ്റിക് വെസൽസ്. സോ ത്രൂ ദി ഇൻഡസ്ട്രിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ട്യൂമർ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവേഡ് ചെയ്യും ആൻഡ് ട്രാൻസ്ഫേഴ്സസ് ത്രൂ ദി സറൗണ്ടിങ് ഇൻഡസ്ട്രിയൽ ടിഷ്യൂയിലേക്ക് ഇത് ഇൻഡസ്ട്രിയൽ ടിഷ്യൂ എന്ന് പറയുമ്പോൾ അറിയാലോ, നേരത്തെ ഫോട്ടോയിൽ കാണിച്ചിരുന്നു. ആൻഡ് ദ റീച്ചസ് ദി നിയർ ബൈ ബ്ലഡ് ആൻഡ് ലിംഫാറ്റിക്സ്. അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യും ആൻഡ് അടുത്ത വെസൽസിലേക്ക് വരുമ്പോയിട്ട് വീണ്ടും പെനിട്രേറ്റ് ചെയ്ത് സ്പ്രെഡ് ആവുക. ദിസ് ഈസ് ദി ഇൻവേഷൻ. This is about the invasion of extracellular matrix. First of all, this is a normal cell. ഈ cadherin ഉണ്ട് ഡിഫറെൻറ്റ് സെല്ലിൽ അറ്റാച്ച് ചെയ്തിട്ട്. This is the extracellular matrix consists of basement membrane and interstitial tissue. And first of all, ഇവിടെ ട്യൂമർ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്യൂമർ സെല്ലായി മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ദേ ലൂസ് ദി ഈ കാഡറിൻ അറ്റാച്ച്മെൻറ്റ് ഹെർസി മോളിക്കുലർ ലൂസ് ചെയ്തു. ദെൻ എന്ത് പറ്റി? ഈ ട്യൂമർ സെൽസ് കുറേ പ്രോട്ടീലൈറ്റിക് എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത് ഇവരെ ഡിഗ്രേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ബേസ്മെൻറ്റ് മെമ്പറിനോട് ഇവർ അറ്റാച്ച് ചെയ്യണം. സർഫസ് ഈ ബേസ്മെൻറ്റിൻ്റെ റിസപ്റ്ററിനോട് വന്നിട്ട് അറ്റാച്ച് ചെയ്തു. ദാറ്റ് ഈസ് ഇൻ്റഗ്രിൻസിനോടൊക്കെ പോയി അറ്റാച്ച് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ കുറച്ച് അറ്റാച്ച്മെൻറ്റ് ആൻഡ് മോട്ടിലിറ്റി ഡിഫറൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഈ ഡീഗ്രേഡഡ് ആയിട്ടുള്ള ഈ ബേസ്മെൻറ്റ് മെമ്പറിനെ ഇൻ്റഗ്രേറ്റഡ് ദി ഇൻഡസ്ട്രിയൽ ടിഷ്യൂ ലൈക്ക് ബേസ്മെൻറ്റ് മെമ്പറിൻ ഡീഗ്രേഡ് ചെയ്തല്ലോ, അവിടെ നിന്ന് ഇൻഡസ്ട്രിയൽ ടിഷ്യൂനുള്ളിലേക്ക് ഈ ട്യൂമർ സെൽസ് കടന്നു വരിക. ആൻഡ് ഇവിടെ നിന്ന് ഈ ത്രൂ ബ്ലഡ് വെസൽസ് ത്രൂ ലിംഫ് ഇവിടെ സ്പ്രെഡ് വരുന്നുണ്ട് ആൻഡ് അറ്റാച്ചസ് ടു ദി ഡിഫറെൻറ്റ് ഡിസ്റ്റൻറ്റ് ആയിട്ടുള്ള ഒരു ലിംഫാറ്റിക്സിനെ എഫക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ബ്ലഡിലേക്ക് എഫക്റ്റ് ആവാം. എന്നിട്ട് വീണ്ടും അവിടെ ഇതുപോലെ സ്റ്റെപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. Metastatic vascular dissemination and homing of the tumor cells. That is, following the invasion of the surrounding interstitial tissue, malignant cells may spread to distant site by metastasis. Metastasis is a multi-step process by which a tumor produces a secondary growth at a distant site or location. It has several steps. So, metastasis എന്ന് പറയുമ്പോൾ എന്താ? one particular place occurred in one particular tissue to the distant tissue, അല്ലേ? So there is penetration of the vascular or lymphatic channels, invasion of the circulation and formation of tumor emboli, transmit through the circulation, arrest within the circulating blood or lymph, exit from the circulation into the new tissue sites, formation of micrometastasis, angiogenesis and local growth of micrometastasis in the macroscopic tissues. ഇതൊക്കെയാണ് നടക്കുന്നത്. So what are these steps? നോക്കാം അല്ല in detail ആയിട്ട്. First of all, penetration of vascular lymphatics. പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പിക്ചറിൽ കാണാൻ പറ്റും. ഇതാണ് ട്യൂമർ സെൽസ് എന്ത് ചെയ്തു? ഈ വാസ്കുലർ ഇതാണ് ലിംഫ് കേട്ടോ. ലിംഫിലൂടെ ഇത് സ്പ്രെഡ് ചെയ്തു. ഇൻവേഷൻ ഓഫ് ബേസ്മെൻറ്റ് മെമ്പറൈൻ ബൈ ട്യൂമർ. ബേസ്മെൻറ്റ് മെമ്പറൈൻ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ ബേസ്മെൻറ്റ് മെമ്പറൈൻ ക്യാൻ ബി ഏതൊരു വാസ്കുലർ ഓർ ലിംഫാറ്റിക് ചാനലിൻ്റെ ബേസ്മെൻറ്റ് മെമ്പറൈനിലൂടെ ഇത് സ്പ്രെഡ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു? ബ്ലഡിൻ്റെ എപ്പിത്തീലിയത്തിലേക്ക് എത്തി. ഓക്കെ, ബ്ലഡ് വെസൽസിൻ്റെ എപ്പിത്തീലിയത്തിലേക്ക് എത്തി. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്. Penetration of vascular or lymphatic channels, that is intravasation into the lumen of the vessel. The malignant cell penetrates the basement membrane of the blood vessels of the lymphatics. Next is invasion of the circulation and formation of tumor cells. ഇവിടെ കാണാം, this is the inversion. First of all, ഇത് penetrate ചെയ്ത് ഉള്ളിലേക്ക് വന്നു, that is inversion. And invade ചെയ്തിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? In the circulation, the tumor cells are susceptible to the destruction by several mechanisms. So, once the tumor cells blood vessel എത്തിക്കഴിയുമ്പോഴത്തേക്കും they are susceptible to the destruction by several mechanisms. So, these mechanisms includes mechanical shear stress, apoptosis stimulated by the loss of adhesion, innate and adaptive immune defense, then survived ഇത്രയും ഡിഫെൻസ് ഒക്കെ ചെയ്ത് മെക്കാനിക്കൽ ഷിയർ സ്ട്രെസ്, അപ്പോപ്റ്റോസിസ് സ്റ്റിമുലേറ്റഡ് ബൈ ലോസ് ഓഫ് അഡ്ഹാഷൻ ആൻഡ് ഇന്നേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ ഡിഫെൻസ് ഒക്കെ നടത്തി കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ടും സർവൈവ് ചെയ്യുന്ന ട്യൂമർ സെൽസ് എന്ത് ചെയ്യും? വിത്തിൻ ദ സർക്കുലേഷനിൽ സർവൈവ് ചെയ്യുന്ന ട്യൂമർ സെല്ലിൽ പോയിട്ട് പ്ലേറ്റ്ലെറ്റ്സിൽ ക്ലാമ്പ് ചെയ്യും. ക്ലാമ്പ് വിത്ത് പ്ലേറ്റ്ലെറ്റ്സ് ടു ഫോം പ്ലേറ്റ്ലെറ്റ് ട്യൂമർ അഗ്രിഗേറ്റ് അങ്ങനെ അവർ ഫോം ചെയ്യും. ആൻഡ് വിച്ച് എൻഹാൻസസ് ദി ട്യൂമർ സെൽ സർവൈവൽ ആൻഡ് ഇംപ്ലാന്റിസിറ്റി. സോ ഇംപ്ലാന്റബിലിറ്റീൻ്റെ കുറച്ചും കൂടെ ഇംപ്ലാന്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായില്ലേ. ആൻഡ് ഇറ്റ് എൻഹാൻസസ് ദി ട്യൂമർ സെൽ സർവൈവൽ ഓൾസോ. ആൻഡ് ഇത് പ്ലേറ്റ്ലെറ്റ്സിനെയാണ് എന്താണ് അഗ്രിഗേറ്റ് ചെയ്തേക്കുന്നത്, പ്ലേറ്റ്ലെറ്റ്സിനോടാണ് ഇവർ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ ദേ ബൈൻഡ് ആൻഡ് ആക്ടിവേറ്റ് coagulation factors, thus forming emboli. ഇവിടെ എംബോളി ഫോം ചെയ്തു, പ്ലേറ്റ്ലെറ്റിനോട് അറ്റാച്ച് ചെയ്തു, ഒത്തിരി പ്ലേറ്റ്ലെറ്റോട് അറ്റാച്ച് ചെയ്ത് ഇവിടെ ഒരു എംബോളി അവർ ഫോം ചെയ്തു. നെക്സ്റ്റ് ഈസ് ദ ട്രാൻസ്മിഷൻ ത്രൂ ദി സർക്കുലേഷൻ. ഇങ്ങനെ സർക്കുലേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ഇത്രേ ഉള്ളൂ. ദെൻ അറസ്റ്റ് വിത്തിൻ ദി സർക്കുലേറ്റിംഗ് ബ്ലഡ് ഓർ ലിംഫ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻ away from the primary tumor at the site of arrest. So ഇതിപ്പം ഇവിടെയാണ് ട്യൂമർ ഇൻവേഡ് ചെയ്തെങ്കിൽ
എവിടെ പോയിട്ട് അറസ്റ്റ് ചെയ്യുന്നത്? ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ പോയിട്ടായിരുന്നു ഇത് അറസ്റ്റ് ചെയ്തത്, ഒരു ഡിസ്റ്റൻറ്റ് ലൊക്കേഷനിൽ. അതാണ് അറസ്റ്റ് വിത്തിൻ സർക്കുലേറ്റിംഗ് ബ്ലഡ് ഓർ ലിംഫ്. ദെൻ എക്സിറ്റ് ഫ്രം circulation into a new tissue site. Okay, exit from the circulation into a new tissue site, like exit ചെയ്യുന്നത്. that is location at which circulating tumor cells leaves the capillary to form the secondary deposits. അതാണ് ഇതിപ്പം പ്രൈമറി ട്യൂമർ ഇതായിരുന്നു, ഇതാണ് സെക്കൻഡറി ട്യൂമർ വരാൻ പോകുന്ന സ്ഥലം. റൈറ്റ്, ഇവിടെ ഇപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ലീവ്സ് ദി കാപ്പിലറി ടു ഫോം ദി സെക്കൻഡറി. ഇവിടെ നിന്ന് കാപ്പിലറി നിന്ന് ലീവ് ചെയ്ത് ഇവിടെ സെക്കൻഡറി ഡിപ്പോസിറ്റ് ഉണ്ടാകുന്നുണ്ട്. സോ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്, വിച്ച് ആർ anatomic location and vascular drainage of the primary tumors and tropism of the particular tumors for specific tissue. Exit occur through the basement membrane of the lymphatics or the blood vessel. Blood vessels in the lymphatics ഒക്കെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ഓഫ് ലിംഫാറ്റിക്സ് ആൻഡ് ബ്ലഡ് വെസലിലൂടെയാണ് എക്സിറ്റ് ഒക്കർ ആവുന്നത്. ഇവിടുത്തെ ട്യൂമേഴ്സിൻ്റെ എക്സിറ്റ് ഒക്കർ ആവുന്നത്. ഓക്കെ, then the site at which the circulating tumor cells leaves the vessels or the lymphatics must repeat the same event involved in invasion but in a reverse order. Next is the formation of micrometastasis. That is, tumor cell lodges at a distant new site to form the micrometastasis. അതായത് മൈക്രോമെറ്റാസിസ് എന്ന് പറയുമ്പോൾ എന്താ? കുഞ്ഞു സ്മോൾ ക്ലസ്റ്റേഴ്സ് അല്ലെങ്കിൽ സ്മോൾ സെൽസ് ആയിരിക്കും. ദാറ്റ് ഫേവർ സൈറ്റോമെറ്റാസിസ് വിച്ച് ആർ പ്രോസ്റ്റാറ്റിക് കാർസിനോമ ടു ദി ബോൺ, ബ്രോങ്കോജനിക് കാർസിനോമ ടു ദി അഡ്രീനൽ ആൻഡ് ടു ദി ബ്രെയിൻ, ന്യൂറോബ്ലാസ്റ്റോമാസ് ടു ദി ലിവർ ആൻഡ് ബോൺ. ദെൻ ആൻജിയോജെൻസിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഇവിടെ നമുക്ക് കാണാം, ഇവിടെ അതായത് ബ്ലഡ് വെസലിൽ നിന്നിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ട്യൂമർ സെൽസ് അല്ലേ. ആൻഡ് ഇവിടെ കുറേ ട്യൂമർ ഫോം ചെയ്തു, മെറ്റാസ്റ്റാറ്റിക് ട്യൂമർ ഫോം ചെയ്തു. ആ ട്യൂമറിൽ നമുക്ക് കാണാം കുറേ ബ്ലഡ് വെസൽസ് ഫോം ചെയ്തിട്ടുണ്ട്. ന്യൂലി ഫോംഡ് ന്യൂ വാസ്കുലറൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ആൻജിയോജെനസിസ് എന്ന് പറയും. പുതിയ ബ്ലഡ് വെസൽസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ലോക്കൽ ഗ്രോത്ത് ഓഫ് മൈക്രോമെറ്റാസ്റ്റാസിസ് ഇൻ ടു ദി മൈക്രോസ്കോപ്പിക് ട്യൂമർ ആയിരുന്നു ഇത് ഇനീഷ്യലി. ബട്ട് നൗ ബ്ലഡ് വെസൽസ് ഒക്കെ വന്നത് കൂടുതൽ ട്യൂമർ സെൽസ് ഗ്രോ ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ഇറ്റ് ബിക്കം മാക്രോസ്കോപ്പിക്. ഓക്കെ, സോ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇനീഷ്യലി ഇവിടെ ഒരു പ്രൈമറി ട്യൂമർ ഉണ്ടായി. പ്രൈമറി ട്യൂമർ എന്ത് ചെയ്തു? ഇൻവേഷൻ ചെയ്തു ബേസ്മെൻറ്റ് മെംബ്രെയിൻ വഴി ട്യൂമർ സെല്ലിലേക്ക്. റൈറ്റ്, സോ ബേസ്മെൻറ്റ് മെംബ്രെയിൻ എന്തിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിനാണ്? വാസ്കുലർ ആൻഡ് ലിംഫാറ്റിക് ചാനലിൻ്റെ ബേസ്മെൻറ്റ് മെംബ്രെയിൻ വഴി ആൻഡ് കോസസ് ഇൻട്രാവസേഷൻ. വൺസ് ഇറ്റ് ഗെറ്റ് ഉള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇറ്റ് അറ്റാച്ചസ് ടു ദി ആരുമായിട്ടാ? ആദ്യത്തെ വൺസ് ഇറ്റ് റീച്ചസ് ദി ബ്ലഡ് വെസൽസ് കുറേ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, അവർക്ക് ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്. മെക്കാനിക്കൽ ഷിയർ സ്ട്രെസ്, അപ്പോട്ടോസിസ് സ്റ്റിമുലേറ്റഡ് ബൈ ദി അഡഹഷൻ, ദാറ്റ് ഈസ് ലോസ് ഓഫ് അഡഹഷൻ, ഇനേറ്റ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഡിഫൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നിട്ടും സർവൈവ് ചെയ്യുന്ന ട്യൂമർ സെൽസ് എന്ത് ചെയ്യും? ദേ ക്ലംപ് ടു ദി പ്ലേറ്റ്ലെറ്റ്സ് ആൻഡ് ഈ പ്ലേറ്റ്ലെറ്റ് ട്യൂമർ അഗ്രിഗേറ്റ്സ് ഉണ്ടല്ലോ, അവരെ എൻഹാൻസ് ചെയ്യും. എന്ത് ചെയ്യും? അവരുടെ ഇംപ്ലാന്റിസിറ്റി ഇവർ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് എൻഹാൻസ് ആയിട്ടുണ്ടാവും. ആൻഡ് ദേ ബൈൻഡ് ടു ദി കോയാഗുലേറ്റീവ് ഫാക്ടർ ടു ഫോം എംബോളൈ. ആൻഡ് എംബോളൈ എന്ത് ട്രാൻസ്മിറ്റ് ത്രൂ ദി സർക്കുലേഷൻ ആൻഡ് വിത്തിൻ ദി സർക്കുലേറ്റിംഗ് ബ്ലഡ് ഓർ ലിംഫിൽ പോയി ഇവിടെ അറസ്റ്റ് ആവും, പർട്ടിക്കുലർ പോയിന്റിൽ പോയി നിന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട് ടു ദി സർക്കുലേറ്റിംഗ് ട്യൂമർ സെൽ. ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയിട്ട് അത് പുറത്തേക്ക് വരുന്നുണ്ടല്ലേ, അത് ഡിപ്പെൻഡ് അപ്പോൺ സെക്കൻഡറി ഡിപ്പോസിറ്റ് ഫോം ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലൊക്കേഷൻ, ആനറ്റമിക്കൽ ലൊക്കേഷൻ, വാസ്കുലർ ഡ്രെയിനേജ് ഓഫ് ദി പ്രൈമറി ട്യൂമർ, ട്രോപ്പിസം, പർട്ടിക്കുലർ ട്യൂമർ ഫോർ സ്പെസിഫിക് ടിഷ്യൂസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വൺസ് ഇത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് കുഞ്ഞ് മൈക്രോമെറ്റാസ്റ്റാറ്റിക് ആയിരിക്കും, ഒരു ചെറിയ മൈക്രോസ്കോപ്പിക് ആയിരിക്കും ഇനീഷ്യലി ട്യൂമേഴ്സ്. ആൻഡ് ഇനീഷ്യലി മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ട്യൂമർ എന്ത് ചെയ്യും? കുറേ ബ്ലഡ് വെസൽസ് ന്യൂ വാസ്കുലറൈസേഷനുള്ള ആൻജിയോജെനസിസ് നടന്നു കഴിയുമ്പോഴത്തേക്കും മൈക്രോമെറ്റാസിസ് എന്നുള്ളത് ഗ്രോ ചെയ്ത് വലുതാവും. ദാറ്റ് ഇസ് മൈക്രോമെറ്റാസ്റ്റാറ്റിക് ആയിട്ട് മാറും. ദിസ് ഈസ് അബൌട്ട് ദി ഇൻവേഷൻ-metastatic cascade. This is all about the video. Thank you for watching.